കേരളത്തിലെ എല്ലാവരും തന്നെ വളരെ കൃത്യമായി കേട്ട വാക്കുകളാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് കേരളത്തിൽ ചില ബോംബുകൾ പൊട്ടും എന്നുള്ളതാണ്. അതിനനുസൃതമായി അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കാളയുമായിട്ട് ഒരു പ്രകടനം നടത്തി. ആ കാളയെ BJPക്കാർ ഓഫീസിൽ തന്നെ കെട്ടിക്കൊള്ളാം. കാരണം ഉടനെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് കൂടി അത്തരത്തിലൊരു കാളയുമായിട്ടുള്ളൊരു പ്രകടനം ആവശ്യം വരും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാലോ, നമ്മുടെ സുഹൃത്തായിട്ടുള്ള സന്ദീപ് വാര്യർ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അതിരാവിലെ അദ്ദേഹം KC വേണുഗോപാലിനെയും കണ്ടിരുന്നു. അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കോർ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ഒരാളെക്കുറിച്ച് ചില ആരോപണങ്ങൾ വരാനിടയുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ നടപടിയെടുക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ചലഞ്ച് അദ്ദേഹം പുറത്തേക്ക് വിട്ടത്. അപ്പോൾ തന്നെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ കോൺഗ്രസും VD സതീശനുമൊക്കെ എന്തോ ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ്, അത് ഉടനെ പൊട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തേങ്ങ ഉടക്ക് സ്വാമി എന്ന് പറയുന്ന പഴയ ഇന്നസെൻ്റ് രംഗമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ജഗതി ഈ പറഞ്ഞ പോലെ എന്താണ് തേങ്ങ മേടിച്ചുടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു രംഗത്തിലേക്ക് കളിയാക്കലുകളൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ നിറഞ്ഞു. അപ്പോൾ ഏത് ബോംബാണ് പൊട്ടാൻ പോകുന്നത്, ഞങ്ങൾക്ക് ഭയമില്ലെന്ന് ഗോവിന്ദൻ മാസ്റ്ററും ഞാൻ ഇപ്പോഴേ നടുങ്ങിയിരിക്കുന്നു എന്നുള്ളത് ജോർജ് കുര്യനൊക്കെ മന്ത്രിയൊക്കെ പറഞ്ഞ് പരിഹാസത്തോടും പുച്ഛത്തോടും കൂടിയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇത് ഏറ്റെടുത്തത്. അപ്പോഴേക്ക് ഈ ബോംബ് വരും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരുന്നിരുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ യഥാർത്ഥത്തിൽ മീഡിയ വൺ അത്തരത്തിലുള്ളൊരു ചെറിയ ബോംബ് പൊട്ടിച്ചു. പക്ഷേ ഇതിൻ്റെ അനിതസാധാരണമായിട്ടുള്ളൊരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബോംബ് വരുന്നതിന് മുമ്പ് തന്നെ ബോംബ് നിർവീര്യരാക്കിയിട്ടുള്ള ഒരു ടീമുണ്ട്. അത് റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇരിക്കുന്ന അതിൻ്റെ എഡിറ്റർമാരാണ്. അതിലേറ്റവും പ്രമുഖനായിട്ടുള്ള ഒരാൾ അരുൺകുമാറാണ്. ഇന്ന് പുറത്തേക്കിട്ട വാർത്ത എന്താണെന്ന് ഞാൻ ആദ്യം പറയാം, അതിനുശേഷം അതെങ്ങനെയാണ് നിർവീര്യമാക്കിയത് എന്നുള്ളത് പറയാം. തലേ ദിവസം തന്നെ 8 മണിക്കുള്ള മീറ്റ് ദ എഡിറ്റേഴ്സിൽ അതെങ്ങനെയാണ് നിർവീര്യമാക്കിയതെന്ന് പറയാം. അപ്പോൾ ആദ്യമേ തന്നെ ഇന്ന് പുറത്തേക്ക് വന്ന വാർത്ത C കൃഷ്ണകുമാറിനെതിരെ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പീഡന പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാർത്ത വന്നത്. പക്ഷേ ആ വാർത്തയിൽ വലിയ കഴമ്പൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ വാർത്ത ഏതാണ്ട് 2014 അതിന് ശേഷവും ഒക്കെ തന്നെ വന്നിരുന്നു. അത് അവരുടെ കുടുംബത്തിനകത്ത് തന്നെയുള്ള ഒരു വഴക്കാണ്. ആ വഴക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പീഡന പരാതി വന്നത്. ആ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ആ 2 കേസുകളിലും ഈ C കൃഷ്ണകുമാറിന് അനുകൂലമായിട്ടുള്ളൊരു വിധി കൂടി ഉണ്ടായിരുന്നു. അപ്പോഴും ഇന്ന് മീഡിയ വണ്ണിൻ്റെ ആയിരിക്കണം ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ നിരന്തരമായി ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നത് ഈ ജഡ്ജിമെൻറ്റിൽ എവിടെയെങ്കിലും ഈ പീഡനമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ആരോപണമുണ്ടോ എന്നുള്ളതാണ്. അത് പക്ഷേ അങ്ങനെ ചോദിക്കുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. കാരണം പോലീസാണ് ഒരാൾ പരാതി കൊടുത്താൽ കേസെടുക്കുന്നത്. ആ പോലീസ് ആദ്യം തന്നെ FIR ഇടുമ്പോൾ ചില വകുപ്പുകളിടും. വേണമെങ്കിൽ ആ വകുപ്പുകളിൽ ഏതെങ്കിലും തെറ്റാണെന്ന് തോന്നിയാൽ വീണ്ടും അന്വേഷണം നടത്തുമ്പോൾ പോലീസിനത് ഒഴിവാക്കാനുള്ള എല്ലാ നിയമപരമായിട്ടുള്ള ബാധ്യതയും അവർക്കുണ്ട്. കാരണം തെറ്റാണെന്ന് തോന്നിയാൽ അവരത് ഒഴിവാക്കണമല്ലോ. അങ്ങനെ ഒഴിവാക്കിക്കൊണ്ടാണ് അവർ കോടതിയിലേക്ക് പോയത്. ഈ കോടതിയിൽ വന്നിട്ടുള്ള കേസുകളിൽ ഇത് കൃത്യമായിട്ട് കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് വിധി വന്നു. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് മീഡിയ വൺ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഈ ബോംബിനെക്കുറിച്ച് ഇന്നലെ തന്നെ അരുൺകുമാർ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം കേൾക്കാം. അതിൽ അരുൺകുമാർ പറഞ്ഞേക്കുന്നത് കൃത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഏതാണ്ട് 19 മിനിറ്റും 54 സെക്കൻഡ് മുതൽ 20 മിനിറ്റും 23 സെക്കൻഡും വരെയുള്ള 69 സെക്കൻഡുകൾ കൊണ്ടാണ് ഈ അരുൺകുമാർ ഈ ബോംബ് ഇന്നലെ തന്നെ, അതായത് ഇന്ന് പരാതി വെച്ചിട്ടുള്ള ബോംബ് ഇന്നലെ തന്നെ നിർവീര്യമാക്കിയത്. അത് വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ അദ്ദേഹം നിർവീര്യമാക്കിക്കൊണ്ട് പറയുന്നത്, ഇത് ഇനി നാളെ വരാൻ പോകുന്ന ബോംബ് ഇതാണോ എന്നെനിക്കറിയില്ല. ഇതാണെങ്കിൽ ഇത് നേരത്തെ തന്നെ പല തെരഞ്ഞെടുപ്പുകളിലും ശ്രീ കൃഷ്ണകുമാറിനെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതവരുടെ ഒരു കുടുംബ വഴക്കാണ്, സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതൊരു നനഞ്ഞ പടക്കമായിരിക്കും എന്നുള്ളത് അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് 69 സെക്കൻഡുകൾ കേൾക്കാം. ഇത് കൂടാതെ മറ്റ് ചില ആളുകളും കൂടി ബോംബ് നിർവീര്യമാക്കാൻ സഹായിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളെക്കുറിച്ച് ഇത്തരത്തിൽ ഒരുപക്ഷെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും അവരൊക്കെ ആരോപണം നേരിടുന്നവരാണ്. അത്തരത്തിലുള്ള 100-ലധികം കഥകളൊക്കെ തന്നെ എല്ലാവർക്കും തന്നെ അറിയുമായിരിക്കും. വളരെ സാധാരണക്കാരായ മാധ്യമപ്രവർത്തകർക്ക് പോലും ഏതാണ്ട് ഒരു 50-70 കഥകളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു 100-200-250 കഥകളൊക്കെ അറിയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കഥകളൊക്കെ തന്നെ നിർവീര്യമാക്കുന്നൊരു കാഴ്ചയാണ്. അരുൺകുമാർ കൃത്യമായിട്ട് മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിൽ നാളെ വരാനിരിക്കുന്ന ഒരു ബോംബ് തന്നെ നിർവീര്യമാക്കിയെങ്കിൽ തൊട്ടടുത്ത ദിവസം എന്ന് പറയുന്നത് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മറ്റെല്ലാവരും കൂടി ഇനി വരാനിരിക്കുന്ന ബോംബുകളും കൂടി യഥാർത്ഥത്തിൽ നിർവീര്യമാക്കിയിട്ടുണ്ട്. അതിൽ തുടക്കമിട്ടത്
ബഹുമാനിയായിട്ടുള്ള സ്മൃതി പരുത്തിക്കാടാണ്. സ്മൃതി പരുത്തിക്കാട് ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങുന്നത് ഈ ഇപ്പം എല്ലാ വാചകങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം സ്മൃതി ഏറ്റവും ഒടുവിൽ, കാരണം സ്മൃതി ആകുമ്പോൾ ഇത് കോൺഗ്രസിനെ ന്യായീകരിക്കുമോ, കോൺഗ്രസിനോട് അനുഭാവം കാണിക്കുന്ന ഒരാളാണെന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഒരുപാട് പേർക്കുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ സൈബർ സ്പേസിലുമൊക്കെ അവർ ഒരുപാട് അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് വലിയ വസ്തുതകളൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തന്നെ അത് കൃത്യമായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷ BJP വിരുദ്ധ നിലപാടെടുക്കുന്നതുകൊണ്ടാണ് ആ പ്രശ്നമുള്ളത്. പക്ഷേ അങ്ങനെ നിലപാടുകൾ എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരിനി കോൺഗ്രസിൻ്റെ പക്ഷം നിൽക്കാനൊക്കെ അവർക്ക് അവകാശമുണ്ട്, അതിലൊന്നും തെറ്റില്ല. പക്ഷേ സ്മൃതി കൃത്യമായിട്ടൊരു സ്ത്രീപക്ഷ നിലപാടെടുക്കുകയും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ വെച്ചുകൊണ്ടുള്ള ഒരു ആയുധം, അത് ബോംബായി നേരത്തെ അറിഞ്ഞൊരു കാര്യം പ്രതിപക്ഷ നേതാവ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് എന്ന് സ്മൃതി പറഞ്ഞു വെച്ചു. തൊട്ട് അത് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ടുള്ള ജിമ്മി വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള വിഴുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ ചെളിവാരി എറിയലുമാണെങ്കിൽ അതിലെനിക്ക് താല്പര്യമില്ല. പകരം ഒരു സ്ത്രീക്ക് രാഷ്ട്രീയമായി എതിരാളികളെ തകർക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നതാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ലെന്നും, പകരം സ്ത്രീകൾക്ക് നീതി കിട്ടാവുന്ന കാര്യമാണെങ്കിൽ നമ്മളതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുമെന്നുമൊക്കെ ഭംഗിയായി ജിമ്മിയും പറഞ്ഞു വെച്ചു. അപ്പോൾ അതിന് ശേഷമാണ് മൂന്നാമത്തേതായിട്ട് അരുൺ സംസാരിച്ചത്. അരുൺ സംസാരിച്ചപ്പോൾ ഇതുമാത്രമല്ല, അരുൺ വളരെ ഗംഭീരമായി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നേരത്തെ അറിഞ്ഞൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ 1 മിനിറ്റോ 1 മണിക്കൂറോ പോലും വൈകുമ്പോൾ ഒരു സ്ത്രീക്ക് നീതി കിട്ടാതിരിക്കുകയാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുണും ഇത് അവസാനിപ്പിച്ചത്. അപ്പോൾ അതിനിടയിലാണ് ഞാൻ ഈ പറഞ്ഞ പരാമർശങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ സംസാരിച്ചിട്ടുള്ള സുജയ പാർവതിയുമൊക്കെ ഏതാണ്ട് ഇതിനോട് അനുകൂലിച്ചു വെച്ചു. ഇതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ മീഡിയ വണ്ണിൻ്റെ ബോംബ് കൃത്യമായിട്ട് അരുൺ തന്നെ ഇന്നലെ തന്നെ നിർവീര്യമാക്കിയെങ്കിൽ നിങ്ങളറിയേണ്ടത് മറ്റ് ബോംബുകളൊക്കെ പൊട്ടിക്കുന്നതിനെക്കുറിച്ച് കൂടി കോൺഗ്രസും തന്നെ ഒരു പുനരാലോചന നടത്തി. കാരണം ഇതൊരു അപക്വമായിട്ടുള്ള കമൻ്റായിപ്പോയോ, അത്തരത്തിലുള്ള ഒരു ബോംബിലേക്ക് ഇനി പോകണമോ എന്നൊക്കെ ഉള്ളത് പുനരാലോചന നടത്തി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് കെ മുരളീധരൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു വാചകം, ഈ ബോംബ് എന്നുദ്ദേശിച്ചത് സ്ത്രീ വിഷയമല്ല എന്നും അത് അഴിമതി കഥകളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള അഴിമതി കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. ഇനി പെൺകുട്ടികൾക്ക് പീഡിപ്പിക്കപ്പെട്ട, അവർ അപമാനിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ നേരിട്ടിട്ടുള്ള കേസുകളുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരോപണം പറയുമ്പോൾ എന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തിരിച്ചു പറയേണ്ട അങ്ങനെ ഒരു ഉപകരണമായി, ഒരു ടൂളായി മറ്റുള്ളവരെ അടിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു വടിയല്ല എന്നും, പകരം അങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ തന്നെ നമ്മൾ നിയമപരമായി ഇത് ആളുകളെ അറിയിക്കാനും അതുപോലെ തന്നെ ആ സ്ത്രീക്ക് നീതി മേടിച്ചു കൊടുക്കാനുമുള്ള എല്ലാ ബാധ്യതകളും ഉള്ളവരാണ് എല്ലാ MLA മാരും എല്ലാ പൊതുപ്രവർത്തകരും എല്ലാ രാഷ്ട്രീയക്കാരും പ്രമുഖമായിട്ട് പ്രതിപക്ഷ നേതാവെന്നും കൃത്യമായി മീറ്റ് ദ എഡിറ്റേഴ്സിൽ പറഞ്ഞു വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അരുൺ മീഡിയ വണ്ണിൻ്റെ ബോംബ്, ഇന്ന് വരാനിരുന്ന ബോംബ് ഇന്നലെ തന്നെ നിർവീര്യമാക്കിയെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം കൂടി ചേർന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് ഇനി വരാനിടയുള്ള നിരവധി ബോംബുകളെ ഇനി വേണോ വേണ്ടേ എന്നെങ്കിലും ആലോചിപ്പിക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞ പോലെ അതിൻ്റെ തീവ്രത ഒന്ന് കുറക്കാൻ, നിർവീര്യമാക്കാൻ ഇന്നലത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് സഹായിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ അരുൺകുമാറൊക്കെ എന്തുകൊണ്ടാണ് ഒരു ടീമിനെ ഹെഡ് ചെയ്യുന്നത്? അരുൺകുമാറുമായിട്ട് ചില കാര്യങ്ങളിൽ ഞാൻ വിയോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്രാഹ്മണിക്കൽ ഹെജിമണിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന ഒരാളാണ്. മസാല ദോശ കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പല വാചകങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ അവരെ അനുകൂലിക്കുകയാണെന്നൊക്കെ പറയുന്ന പല വാചകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അതിലേക്ക് എതിർത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലുള്ള അവരുടെ മിടുക്ക് കൂടി കാണാതെ വയ്യ. കേരളീയ സമൂഹത്തിനും നമ്മുടെ ഈ പറയുന്ന പോലെ മാധ്യമത്തിനും നമ്മുടെ സംസ്കാരത്തിനുമൊക്കെ വലിയ സംഭാവനയാണ് നൽകിയത് ഈ ബോംബുകൾ നിർവീര്യമാക്കിക്കൊണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. പക്ഷേ എങ്കിൽ പോലും മീഡിയ വൺ കൃഷ്ണകുമാർ പറഞ്ഞത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രചരണം നടത്തുന്നുണ്ട്. ഈ പ്രചരണം നടത്തുന്നതിൻ്റെ ഒരു കാരണം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഈ മീഡിയ വൺ എന്ന് പറയുന്നത്, മാധ്യമം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് UDF-നൊപ്പം ഒരു അസോസിയേറ്റ് കക്ഷിയായി നിൽക്കുന്ന ഒരാളുകളാണ്. എനിക്ക് VD സതീശനോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ഐഡിയകളും അതുപോലെ തന്ത്രങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ബോംബുകൾ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതിന് കുറച്ചുകൂടി പ്രൊഫഷണലിസവും കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ഗംഭീരമായി ഹോംവർക്ക് ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇത്തരം ബോംബുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടട്ടെ, അതിനൊന്നും നമുക്ക് വിരോധമില്ല. കാരണം കേരളത്തിലെ പൊതുജനം സത്യങ്ങളൊക്കെ അറിയട്ടെ, അതിനും വിരോധമില്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള ബോംബുകളായിരിക്കണം അത്, അല്ലാതെ ഇന്ന് പൊട്ടിച്ച പോലെയുള്ള ഈ പറയുന്ന പോലെ ഓലപ്പടക്കങ്ങളാകരുത്. അത് യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിനെതിരെ പലതവണ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അത് കോടതിയിൽ നിന്ന് തന്നെ തള്ളിപ്പോയിട്ടുള്ളതാണ്.
അതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട ചില പശ്ചാത്തലങ്ങളുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഞാൻ പറയാത്തത്, നിയമപരമായി ഈ പറയുന്ന പരാതി കൊടുത്ത സ്ത്രീയുടെ പേര് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് സൂചന നൽകുന്ന ഒരു കാര്യവും എനിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇനി അങ്ങ് പറഞ്ഞ ബി ജെ പിയുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബി ജെ പിയുടെ കയ്യിൽ ഇരുന്ന് നേരത്തെ പൊട്ടി അത് ചീറ്റിപ്പോയ ഒരു കേസ് അവിടെയുണ്ട്. അത് പാലക്കാട്ട് സി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട് ഉയർന്നൊരു ആരോപണമുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടുമുമ്പുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ സ്ഥിരമായിട്ട് എതിരാളികൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം, അതിൽ കഴമ്പില്ലെന്ന് കണ്ട് അന്വേഷിച്ച് തള്ളിക്കളഞ്ഞൊരു വിഷയമാണ്. അതാണോ താങ്കൾ ഉന്നയിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതാണ് ഉന്നയിക്കാൻ പോകുന്നതെങ്കിൽ അത് നേരത്തെ ചീറ്റിപ്പോയൊരു പടക്കമാണ്.